ഇന്ന് നമ്മൾ 2 തരം റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ. ഒന്ന് പയറിൻ്റെ ഉപ്പേരിയും പിന്നെ ചീരയുടെ തോരനും. അപ്പോൾ ബ്രൗൺ പയറാണ് കിട്ടിയിട്ടുള്ളത്. നല്ല ഫ്രഷ് പയറായിരുന്നു കേട്ടോ, ചള്ള്. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പേരി ആക്കാൻ വേണ്ടിയിട്ട് ചുവന്നുള്ളി, വെളുത്തുള്ളി, വറ്റൽമുളക് ഇത്രയും ചതച്ച് വെച്ചാണ് കേട്ടോ. വെളിച്ചെണ്ണ പാത്രം ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ചതച്ച് വെച്ചിട്ടുള്ള വറ്റൽമുളകും ഉള്ളിയും ഇട്ട് കൊടുക്കുക, കറിവേപ്പിലയും ചേർക്കുക. വറ്റൽമുളക് ഞാൻ ഇതിന് 3 എണ്ണം എടുത്തിട്ടുള്ളത് കേട്ടോ. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർ കൂടുതൽ ചേർത്ത് കൊടുക്കുക. പിന്നെ മൂത്ത് വരുന്ന സമയത്ത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ വഴറ്റി കൊടുത്തിട്ട് പയറിട്ട് കൊടുക്കുക. പച്ചപ്പയർ അടച്ച് വെച്ചിട്ട് തന്നെ വേവിക്കണം കേട്ടോ. നല്ല ചള്ള് പയറായിരുന്നു, അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പാകത്തിന് ഉപ്പും ചേർക്കുക, പിന്നെ അടച്ച് വെച്ചിട്ട് വേവിക്കുക. പിന്നെ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അടച്ച് വെച്ചിട്ടൊരു 10 മിനിറ്റൊക്കെ വേവിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ പയറിൻ്റെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചീരയുടെ തോരനാണ് കേട്ടോ. അപ്പോൾ ചീരത്തോരന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് പച്ച ചീര, മലായി ചീര എന്നൊക്കെ പറയും, ആ ചീരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചുവന്നുള്ളി, തേങ്ങ, പച്ചമുളകും തേങ്ങയും കൂടിയിട്ടൊന്ന് ചതച്ചെടുക്കുക. ചെറിയ ഉള്ളി അരിഞ്ഞു വയ്ക്കുക. പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, കടുക് ഇടുക. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് മുറിച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ചീര അരിഞ്ഞ് വെച്ചിടുക. ചീര അരിഞ്ഞ് വെച്ചിട്ടിട്ട് അതിൻ്റെ മീതെ തന്നെ മുകളിൽ തന്നെ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങയും പച്ചമുളകും കൂടി ഉണ്ടല്ലോ, അത് ഇടുക. അതിൻ്റെ മേലെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് തോരനാക്കി എടുക്കുക. ഉലർത്തി കൊടുത്തിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. അടച്ച് വെച്ചിട്ട് വേവിച്ചാലാണ് കറക്റ്റായിട്ട് വേവുള്ളൂ. അധികം വേവൊന്നുമില്ല. പിന്നെ പാകത്തിന് ഉപ്പും ചേർക്കണം. അപ്പോൾ നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 വിഭവങ്ങളും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഉപ്പേരികളാണ്. നമ്മൾ സ്ഥിരം എല്ലാവരും വീട്ടിലുണ്ടാക്കുന്ന പോലെ തന്നെയാണ്. നല്ലപോലെ വെള്ളം ഒന്ന് തോർത്തിയെടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന തന്നെ 2 ഉപ്പേരികളും.